അനിത്യപ്രാവിന്റെ റീമേക്ക് തമിഴിൽ ചെയ്തപ്പോഴും ആ ചിത്രത്തിൽ ശരണ്യ മോഹൻ ബാലതാരം. തമിഴിൽ അരങ്ങേറ്റം പറയുകയാണെങ്കിൽ ശരിക്കും അനിത്യപ്രാവ് 3 ചെയ്തു. അതിൻ്റെ തമിഴ് കാതലിക്കും മര്യാദ 4 പഠിക്കുമ്പോൾ ചെയ്തു. അപ്പോൾ അരങ്ങേറ്റം എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്താണ്. പക്ഷേ ഒരു എന്താ പറയുക, നമ്മളൊരു പ്രൊഫഷണലി അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് സിനിമയെ കണ്ടത് എനിക്ക് തോന്നുന്നു യാരടി നീ മോഹിനി എന്ന് പറയുന്ന ഫിലിമിന് ശേഷമാണ്. 2009 വിജിത് തമ്പി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കെമിസ്ട്രി. ഈ ചിത്രത്തിലെ പാർവതി എന്ന നായിക പ്രാധാന്യമുള്ള കഥാപാത്രത്തെ ശരണ്യ അനശ്വരമാക്കി. മലയാളത്തിൽ ആദ്യം ചെയ്യുന്നത് കെമിസ്ട്രി അതിൻ്റെ ഓഫർ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് റിഗാറ്റ ഗിരിജ ഭരതനാട്യം ടീച്ചറുണ്ട്. അപ്പോൾ ഞങ്ങൾ കോമ്പറ്റീഷൻ്റെ സമയത്ത് ടീച്ചറിൻ്റെ സ്റ്റുഡൻസും ഞാനും ഒരേ വേദിയിൽ കോമ്പറ്റീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതിലെ തൊട്ട് ടീച്ചറിനെ കണ്ട് പരിചയമുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് വിനു കിരിയത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും കൂടിയാണ് ഗിരിജ ടീച്ചർ. അപ്പോൾ ഇവരിങ്ങനെ ഈ ക്യാരക്ടറിന് വേണ്ടി തപ്പി നടക്കുന്ന സമയത്താണ് ടീച്ചറാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തതെന്ന് വിനു കിരിയത്ത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. തിരക്കഥ ഞാൻ കൂടുതലും ഇപ്പോൾ ഡയറക്ടർ വന്നിരുന്നിട്ട് സീൻ ബൈ സീനായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പേപ്പർ എടുത്ത് അങ്ങനെ വായിക്കുന്നതൊക്കെ വളരെ വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. അവിടെ ചെല്ലുമ്പം നമ്മൾ ജസ്റ്റ് നോക്കാറുണ്ട്. എന്ന് വെച്ചാൽ കൂടുതലും തമിഴായത് കാരണം എനിക്ക് തിരക്കഥ വായിക്കാൻ പറ്റത്തില്ല, തമിഴ് വായിക്കാൻ അറിയത്തില്ല. മലയാളത്തിൻ്റെ ആണെങ്കിലും എല്ലാ ലാംഗ്വേജസിൻ്റെ ആണെങ്കിലും ഡയറക്ടർ വന്നിരുന്ന് സീൻ ബൈ സീനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് സാധാരണ ഉള്ളൊരു ഇത്. സായി കിരൺ സംവിധാനം ചെയ്ത വില്ലേജിലെ വിനായകുഡു എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ശരണ്യ ആദ്യമായി തെലുങ്കിലെത്തി. തെലുങ്ക് ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു 2009 തോന്നുന്നു ഞാൻ തെലുങ്ക് സിനിമ ചെയ്യുന്നത്. ഫസ്റ്റ് മൂവി വില്ലേജിലോ വിനായകുഡു എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര ഒരു ലോങ് ഷെഡ്യൂൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് മൂവിക്ക് വേണ്ടി ഒരു 45-50 ദിവസത്തോളം ഹൈദരാബാദ് അങ്ങനെ പല പല സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ. അത് ലാംഗ്വേജ് ആയിരുന്നു. പറയത്തക്ക ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു ഭാഷയുടെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. വെണ്ണില കബഡിക്കുളു ആണെന്ന് തോന്നുന്നു. പക്ഷെ വെണ്ണില കബഡിക്കുളു വലിയ പറയത്തക്ക ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതിന് എക്സ്പ്രഷൻസ് മാത്രമേ ഉള്ളൂ, ഡയലോഗ്സ് ഒന്നുമില്ല. പക്ഷെ വലിയൊരു എക്സ്പീരിയൻസ് കെമിസ്ട്രി ഡബ് ചെയ്യുന്ന സമയത്തായിരുന്നു. കാരണം 2 ദിവസത്തേക്കാണ് ഡബിങ് സ്റ്റുഡിയോ ബുക്ക് ചെയ്തിട്ടിരുന്നത്. ഞാനത് ജസ്റ്റ് ഒരു 6 മണിക്കൂർ കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് 6 മണിക്കൂർ എടുത്ത് ഡബിങ് ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ ചോദിച്ചു, ഇനി നാളത്തേക്ക് ഞങ്ങൾ ആരെ കൊണ്ടുവരും എന്നുവെച്ചാൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോകും. നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമാണ്. ഫസ്റ്റ് സോങ് അനിയത്തിപ്രാവ് തന്നെയാണ്. അനിയത്തിപ്രാവിൻ എന്നുള്ള സോങ് അത് ശാന്തി മാസ്റ്ററാണ് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ ഏത് സിനിമയ്ക്കാണ് നാടകമേ ഉലകത്തിന് കുറേ വർഷത്തെ ഒരു 10-12-13 വർഷത്തെ ഗ്യാപ്പിന് ശേഷം നാടകമേ ഉലകത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് മാസ്റ്ററിനെ കണ്ടപ്പോൾ ഇത്രയും പീക്കിരി ആയിരുന്ന അവൾ അനിയത്തി പ്രാവിനെന്നൊക്കെ കളിച്ചിട്ട് ഇപ്പം നോക്കിയാൽ നായികയായിട്ട് ഞാൻ കൊറിയോഗ്രാഫി ചെയ്യുന്നു എന്നൊക്കെ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മിക്ക സിനിമയിലും കരഞ്ഞിട്ടുണ്ട്. കരയുന്നതും അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വെച്ചാൽ ഈ ചിരിക്കുന്ന പോലെ എന്ന് വെച്ചാൽ സഡനായിട്ട് നമ്മൾ ഭയങ്കര അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ പൊട്ടിച്ചിരിക്കണം. ഇതേപോലെ തന്നെ മനസ്സിൽ സന്തോഷം അല്ലെ ഒരു സങ്കടം ഒന്നുമില്ലാതെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ കരയണം. അത് ചില സീൻസ് നമ്മൾ ചെയ്യുമ്പം നോർമലി ആ സീൻ വളരുന്ന അനുസരിച്ച് നമുക്ക് ചിലപ്പം വിത്തൗട്ട് ഗ്ലിസറിൽ നമുക്ക് കരയാൻ പറ്റും. അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫാസ്റ്റായിട്ട് വന്ന് കരയുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലിസറിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും ഉണ്ട്. എന്താ പറയുക, അനിയത്തിപ്രാവാണ് തിയേറ്ററിൽ പോയി എൻ്റെ സിനിമ ആദ്യമായിട്ട് കാണുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. കുടുംബത്തിൽ അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ പേരൻസ് അവരൊക്കെ ആയിട്ടാണ് പോയി കണ്ടത്. പക്ഷേ എനിക്ക് വലിയൊരു ഓർമ്മ ഇല്ല തിയേറ്ററിൽ എങ്ങനെയായിരുന്നു. സിനിമ കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ സ്കൂളിലെല്ലാവരും അറിയാൻ തുടങ്ങി ഞാനിങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേരൊക്കെ കളിയാക്കുകയാണോ അതോ സ്നേഹം കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. അതേ സിനിമ നടി ശരണ്യ മോഹൻ, 4ാം ക്ലാസ്സിലോ 5ലൊക്കെ വെച്ചത് കേൾക്കുമ്പോൾ നമുക്കൊരുമാതിരി ഇറിറ്റേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞ്
ഇപ്പം ആലോചിക്കുമ്പോൾ ശരി അവരെന്തോ വിളിച്ചതിന് ഇപ്പോഴാണ് അർത്ഥമായത്. 4-ലൊക്കെ വെച്ച് അല്ലെങ്കിൽ 3-ലൊക്കെ വെച്ചിട്ട് ഇതേ സിനിമ നടി പോകണു എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴൊക്കെ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ എന്താ അവർ പറഞ്ഞതിന് ഇപ്പം ഇതാ അർത്ഥമായി എന്നുള്ളൊരു ഇതാണ്.